ഫ്രണ്ട്സ്, ഇത് റിയൽമിയുടെ C11 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, എഡ്ജിലാണ് നിൽക്കുന്നത്. 2G മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇത് സിം ഇട്ടാലും നമുക്ക് 2G മാത്രമേ കിട്ടുള്ളൂ. ജിയോ സിം ആണെങ്കിൽ നോ സർവീസ് ആവും. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ ഓട്ടോയിലാണ് ഇട്ടിരിക്കുന്നത്. എന്നാലും 2G മാത്രമേ പിടിക്കുള്ളൂ. ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ റെഡിയാക്കുന്നതായിട്ട് കാണിക്കാം. ഇപ്പോൾ യൂട്യൂബ് നോക്കിയാൽ കാണാൻ പറ്റും, ഒന്നും ലോഡാവുന്നില്ല. വെറുതെ ബ്ലാങ്കായി നിൽക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്കിത് ഡിസസംബിൾ ചെയ്യണം. ഇത് നമ്മളിപ്പോൾ ബാക്ക് പാനലൊക്കെ അഴിച്ചേക്കാണ്. ഇവിടെ സ്ക്രൂകളുണ്ട്, അതിൻ്റെ ബാക്ക് പാനലിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോർഡ് പുറത്തേക്ക് എടുക്കണം. ഈ ബോർഡിൻ്റെ ഈ റൈറ്റ് സൈഡിൽ വരുന്നതാണ് നെറ്റ്വർക്ക് സെക്ഷൻ. ഈ ഒരു ഷീൽഡിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നെറ്റ്വർക്ക് IC-കളൊക്കെ ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നെറ്റ്വർക്ക് IC ഫുള്ളായിട്ട് ഈ ഷീൽഡ് ഫുള്ളായിട്ട് അഴിക്കുന്നില്ല. നമ്മൾ ആ ഒരു നെറ്റ്വർക്ക് IC 4G നെറ്റ്വർക്ക് IC വരുന്ന ഭാഗം മാത്രം ഷീൽഡ് കട്ട് ചെയ്ത് മാറ്റാണ്. കാരണം ഈ 4G IC-യുടെ കംപ്ലൈൻറ്റ് ആവാനാണ് 90% സാധ്യത. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഷീൽഡ് റിമൂവ് ചെയ്ത് അത് കളയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ ഷീൽഡ് കട്ട് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഈ കാണുന്ന IC ആണ് 4G PA. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈനുകളൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. വോൾട്ടേജ് രണ്ടും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് രണ്ടും എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ IC റീപ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്കീമാറ്റിക്സ് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിനകത്ത് ഏതൊക്കെ ലൈനുകളാണ് വരുന്നത്, വോൾട്ടേജ് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം IC പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൽ ഈ ലൈനുകളൊക്കെ ഓക്കെയാണ്. ഈ IC-യുടെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു 4G പിടിക്കാത്തത്. നമുക്കിത് കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്കിത് കുറച്ച് മുമ്പ് ഇതേ മോഡൽ ഇതേ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിനകത്ത് ഉണ്ടായിരുന്ന IC. ഈ IC മാറ്റിയിട്ട് പുതിയ IC വേണം ഇടാനായിട്ട്. ഓരോ IC-ക്ക് ഓരോ നമ്പർ ഉണ്ട്. ആ നമ്പർ വെച്ചിട്ട് നമുക്കത് വേറെ മോഡലിൽ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനത്തെ ഫോണുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒറിജിനൽ IC എടുത്ത് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ പുതിയത് മേടിച്ച് അതും ഇടാം. രണ്ടും പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മളത് പുതിയ IC റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും, LTE പിടിച്ചിട്ടുണ്ട്. 2 സിമ്മും നെറ്റ്വർക്ക് പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചാനൽ യൂട്യൂബിൽ ലോഡായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതേപോലത്തെ നെറ്റ്വർക്ക് കംപ്ലൈൻറ്റുകളോ അല്ലെങ്കിൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടതോ വാച്ചുകളോ എന്തെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, നെക്ക് ബാൻഡുകൾ, ഇങ്ങനത്തെ എന്ത് ഗാഡ്ജറ്റ് ആയാലും നമ്മുടെ ചാനലിൽ അതിൻ്റെ സർവീസിങ് വീഡിയോകൾ ഉണ്ടാവും. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലും സർവീസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. കൊറിയർ വഴിയും അല്ലെങ്കിൽ നേരിട്ട് വന്നും നമുക്ക് റിപ്പയർ ചെയ്ത് പോകാവുന്നതാണ്. ഈ ഒരു ഫോണിൻ്റെ കംപ്ലൈൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഓക്കെ ആക്കിയത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.